എന്നാൽ 3 പേർ വെന്റിലേറ്റഡ് ആണ്. 3 പേരിൽ ഒരാൾക്ക് ശസ്ത്രക്രിയ ചെയ്തിരുന്നു, ബ്രെയിൻ സർജറി ചെയ്തിരുന്നു. ഒരാൾക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചറാണുള്ളത്. ആ 3 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. ആകെ 11 പേരാണ് ഉണ്ടായിരുന്നത്. 5 പേര് ബ്രോഡ് ഡെഡ് ആയിരുന്നു. 6 പേരാണ് ബാക്കി ഉള്ളത്. അതിലൊരാൾക്ക് മറ്റു മുറിവുകളോ പരിക്കുകളൊന്നുമില്ല, പക്ഷെ ഒരു മെൻ്റൽ ഷോക്കുണ്ട്. അപ്പോൾ മറ്റ് 6 പേരും ഇപ്പോൾ മെഡിക്കൽ കോളേജിലുണ്ട്. അതിൽ ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ പരിക്കുകളില്ല. ബാക്കി 5 പേരിൽ 2 പേർക്ക് നേരിയ പരിക്കുകളുണ്ട്. എന്നാൽ 3 പേർ വെന്റിലേറ്റഡ് ആണ്. 3 പേരിൽ ഒരാൾക്ക് ശസ്ത്രക്രിയ ചെയ്തിരുന്നു, ബ്രെയിൻ സർജറി ചെയ്തിരുന്നു. ഒരാൾക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചറാണുള്ളത്. ആ 3 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. അപ്പോൾ മെഡിക്കൽ ബോർഡ് ചേർന്നുകൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ, കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നൽകപ്പെടുന്നുണ്ടോ എന്നുള്ളതും ഇനി എന്തെങ്കിലും ചെയ്യണമോ എന്നുള്ളതും എല്ലാ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാം HOD-മാർ തന്നെ പ്രിൻസിപ്പലിൻ്റെയും സൂപ്രണ്ടിൻ്റെയും സാന്നിധ്യത്തിൽ, അതുപോലെ ജോയിൻറ്റ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ വിശ്വനാഥനും എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് ഈ കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എവിടെ കിട്ടുന്ന ചികിത്സയും സാധ്യമായ ചികിത്സ ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ 6 പേരാണ്, 5 പേർ കഴിഞ്ഞ് 6 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാൾക്ക് പരിക്കുകളില്ല. ബാക്കി 5 പേര് ട്രീറ്റ്മെൻറ്റിലാണ്. മറ്റേ 6ാമത്തെ ആൾക്കും ഒരു മാനസിക പിന്തുണ ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ടെന്ന് കരുതുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. 3 പേരാണ് വെന്റിലേറ്റഡ് ആയിട്ട് ഉള്ളത്. അതിൽ ഒരാളുടെ നിലയാണ് അതീവ ഗുരുതരം. ഒരാൾക്ക് ബ്രെയിൻ സർജറി ചെയ്തിരുന്നു. അതിൽ 3 പേരിൽ ഒരാളും മൾട്ടിപ്പിൾ ഫ്രാക്ചറും ഇഞ്ചുറിയും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഈ 3 പേരെയും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ ബ്രെയിൻ സർജറി ചെയ്ത ആൾ ഇന്ന് രാവിലെ റെസ്പോണ്ട് ചെയ്തു. ഡോക്ടേഴ്സ് വിളിച്ചപ്പോൾ, അധ്യാപകർ വിളിച്ചപ്പോൾ കണ്ണ് തുറന്ന് റെസ്പോണ്ട് ചെയ്തു. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാളാണ് വളരെ സിക്കായിട്ടുള്ളത്.